കൗരവർ പാണ്ഡവരെ വനവാസത്തിലേക്ക് അയച്ച ശേഷം ദുര്യോധനൻ താൻ നേടിയ വിജയത്തിൽ ആഹ്ലാദവാനായിരുന്നു. എന്നാൽ അഹങ്കാരം ഒരിക്കലും ഒരാളെ നീണ്ടു നിലനിൽപ്പിക്കില്ല. അതാണ് ഈ കഥയിലൂടെ തെളിയുന്നത്. ദുര്യോധനൻ പാണ്ഡവർ കഷ്ടതകൾ അനുഭവിക്കുന്നത് നേരിട്ട് കാണണമെന്ന് ആഗ്രഹിച്ചു. അവരെ പുച്ഛിച്ചു കാണിക്കാനും അവരോട് പരിഹാസം നടത്താനും അവൻ തീരുമാനിച്ചു. അതിനായി തന്റെ സഹോദരന്മാരും സൈന്യവുമായി അവൻ ഹസ്തിനപുരത്തിൽ നിന്ന് പുറപ്പെട്ടു. അദ്ദേഹം കാമിക വനം എന്ന സ്ഥലത്തെത്തിയപ്പോൾ അവിടുത്തെ ഗന്ധർവന്മാരുടെ സാന്നിധ്യം അനുഭവപ്പെട്ടു. ഗന്ധർവന്മാർ ദേവതാപ്രസാദമായ ശക്തിയുള്ള യോദ്ധാക്കളായിരുന്നു. അവരൊരു ഉത്സവത്തിനായി ഒരുങ്ങുകയായിരുന്നതുകൊണ്ട് ആരെയും അവിടേക്ക് പ്രവേശിപ്പിച്ചില്ല. എന്നാൽ അഹങ്കാരിയായ ദുര്യോധനൻ ഇത് അംഗീകരിച്ചില്ല. ഞാൻ കുരുക്ഷേത്രത്തിലെ യഥാർത്ഥ ചക്രവർത്തിയാണ്, എന്റെ മുന്നിൽ വഴിമാറണം. അദ്ദേഹം ധൈര്യപൂർവ്വം പ്രഖ്യാപിച്ചു. ഗന്ധർവന്മാർക്ക് ഈ വാക്കുകൾ അസഹ്യമായി. അവർ സേനയുമായി ആക്രമണം തുടങ്ങി. കനത്ത യുദ്ധം ആരംഭിച്ചു. ഗന്ധർവന്മാരുടെ മഹത്തായ ശക്തിക്ക് മുന്നിൽ കൗരവസേന തകർന്നു. ദുര്യോധനൻ ഒറ്റപ്പെട്ടു. ധർമ്മരാജന്റെ പ്രതിനിധിയായി കരുതിയിരുന്നതിനാൽ യുദ്ധത്തിൽ ഗന്ധർവന്മാർക്ക് തോൽക്കാനാവില്ല. അങ്ങനെ ഒടുവിൽ ഒരു തടവറയിൽ കെട്ടിയിട്ടു. ദുര്യോധനന്റെ അഹങ്കാരത്തിന് ഇതൊരു വലിയ തിരിച്ചടിയായി. ഒരു രാജകുമാരൻ തന്റെ സ്വന്തം അഹങ്കാരത്തിൽ വീണുപോയി. ശത്രുക്കളായ പാണ്ഡവർ പോലും തനിക്ക് സഹായമില്ലാതെ അദ്ദേഹത്തെ മോചിപ്പിക്കാൻ ശ്രമിക്കുന്ന ഈ അവസ്ഥയിൽ ഇതറിഞ്ഞപ്പോൾ പാണ്ഡവർ അതിശയിച്ചു. നമ്മുടെ ശത്രുവായവനെ എന്തിനു രക്ഷിക്കണം? ഭീമൻ ചോദിച്ചു. ക്ഷത്രിയധർമ്മം എന്നാൽ സംരക്ഷണമാണ്. അർജുനൻ മറുപടി നൽകി. അവർ ഉടൻ തന്നെ ഗന്ധർവന്മാരുമായി സംസാരിച്ച് ദുര്യോധനനെ മോചിപ്പിക്കാൻ ആവശ്യപ്പെട്ടു. ദുര്യോധനൻ മോചിതനായപ്പോൾ അവൻ ഒട്ടും സന്തോഷിച്ചില്ല. അർജുനനും ഭീമനും തനിക്കായി വന്നതിൽ അവന് ജാള്യത അനുഭവപ്പെട്ടു. ഞാൻ എന്റെ ശത്രുക്കളാൽ രക്ഷിക്കപ്പെട്ടു, അവൻ ആക്രോശിച്ചു. എന്നാൽ സത്യം അതായിരുന്നു, അഹങ്കാരത്തിന് അങ്ങനെയൊരു അവസാനമാണ്. ഈ സംഭവത്തിന് ശേഷം ദുര്യോധനൻ വീണ്ടും പാണ്ഡവരെ തോൽപ്പിക്കാനുള്ള ദേഷ്യത്തിൽ മറഞ്ഞു. അഹങ്കാരം ഒരിക്കലും വിജയം നൽകില്ല. അതിനു പകരം അതൊരിക്കലും മറക്കാനാകാത്ത പരാജയങ്ങൾ മാത്രം സമ്മാനിക്കും.